ഒരൽപ്പം പഴയ സംഭവമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു ബെറ്റ് വെച്ചു. പാതിരാത്രി 12 മണിക്ക് കോളേജിലെ മോർച്ചറിയിൽ ഒറ്റയ്ക്ക് പോകണം. ആദ്യം തമാശയായി പറഞ്ഞു തുടങ്ങിയ സംഭവം പിന്നീട് വലുതായി. ധൈര്യത്തെ ചൊല്ലിയുള്ള പരിഹാസങ്ങളിൽ തുടങ്ങി വാക്ക് തർക്കവും അടിപിടിയുമാകുമെന്നായപ്പോൾ ബെറ്റ് വെച്ച ആൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷെ വെറുതെ അങ്ങ് പോയി വന്നാൽ പോരാ. ആളുടെ സുഹൃത്തുക്കൾ പകൽ ചെന്ന് ഏതെങ്കിലും ഒരു മൃതദേഹത്തിൻ്റെ ചുണ്ടിൽ മാർക്ക് ചെയ്ത ഒരു സിഗരറ്റ് വെച്ചിട്ടുണ്ടാവും. തെളിവായിട്ട് ആ സിഗരറ്റും കൊണ്ട് വേണം വരാൻ. അങ്ങനെ ആ തീരുമാനത്തിൽ അവർ പകൽ പിരിഞ്ഞു. രാത്രി 12 മണിയായി. ബെറ്റ് വെച്ച ആൾ പതുക്കെ മോർച്ചറി ലക്ഷ്യമാക്കി നടന്നു. പുറത്ത് കാവൽക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ നേരത്തെ സംഘടിപ്പിച്ചിരുന്ന താക്കോൽ കൊണ്ട് കതക് തുറന്ന് അകത്തേക്ക് കയറി. ആ സമയം അകത്ത് 2-3 മൃതദേഹങ്ങളുണ്ടായിരുന്നു. തീപ്പെട്ടി ഉരച്ച് ഓരോ മൃതദേഹവും മാറി മാറി പരിശോധിച്ചു. സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഒരെണ്ണത്തിൻ്റെ ചുണ്ടിൽ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു. അയാൾ പേടിയോടെ ആ സിഗരറ്റ് എടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. മൃതദേഹത്തിന് അനക്കമുള്ള പോലെ തോന്നുന്നു. മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ചുണ്ടുകൾ പതുക്കെ ഒന്നനങ്ങി. അടുത്ത നിമിഷം അതിലിരുന്ന സിഗരറ്റ് മൃതദേഹത്തിൻ്റെ വായ്ക്കുള്ളിലേക്ക് മറിഞ്ഞ് കാണാതായി. കണ്ട കാഴ്ചയുടെ ഷോക്ക് അയാൾക്ക് താങ്ങാനായില്ല. ഭയന്ന് മരവിച്ച് ആ മൃതദേഹത്തിനരിയിൽ പിടഞ്ഞു വീണ അയാൾ അവിടെ കിടന്നു തന്നെ അന്ത്യശ്വാസം വലിച്ചു.